ഹീമോഗ്ലോബിൻ്റെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില പഴങ്ങൾ ഇവയൊക്കെയാണ്. 1. മാതളനാരങ്ങ. ഇരുമ്പ്, വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്. മാതളനാരങ്ങ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് ഇരുമ്പ് പ്രധാനമാണ്. വിറ്റാമിൻ സി നിങ്ങളുടെ ശരീരത്തെ ഇരുമ്പ് നന്നായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. 2. ആപ്പിൾ. ഹീമോഗ്ലോബിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇരുമ്പും മറ്റ് പോഷകങ്ങളും ആപ്പിളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പതിവായി ആപ്പിൾ കഴിക്കുന്നത് ആരോഗ്യകരമായ ഹീമോഗ്ലോബിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കും. 3. പ്ലം. പ്ലം അല്ലെങ്കിൽ ഉണങ്ങിയ പ്ലം ഇരുമ്പ് കൊണ്ട് പാക്ക് ചെയ്യപ്പെട്ടതാണ്. അവയിൽ വിറ്റാമിൻ സിയുമുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തെ ഇരുമ്പ് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ഇത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിന് മികച്ചതാക്കുന്നു. 4. തണ്ണിമത്തൻ. തണ്ണിമത്തനിൽ ഇരുമ്പും വിറ്റാമിൻ സിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങളുടെ സംയോജനം ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. 5. ഈന്തപ്പഴം. ഈന്തപ്പഴം ഇരുമ്പിൻ്റെയും വൈറ്റമിൻ B6ൻ്റെയും ശക്തി കേന്ദ്രമാണ്. അവ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ സ്വാഭാവിക പഞ്ചസാര കാരണം വേഗത്തിൽ ഊർജ്ജം നൽകാനും സഹായിക്കുന്നു. 6. മുന്തിരി. മുന്തിരിയിൽ ഇരുമ്പും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങൾ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള രക്താരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. 7. സരസഫലങ്ങൾ. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി. ബെറികളിൽ വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തെ ഇരുമ്പ് നന്നായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അവയിൽ കുറച്ച് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹീമോഗ്ലോബിൻ്റെ അളവിന് ഗുണം ചെയ്യും. 8. ഓറഞ്ച്. വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണ് ഓറഞ്ച്. ഇത് മറ്റ് ഭക്ഷണങ്ങളിൽ നിന്ന് ഇരുമ്പിൻ്റെ ആഗിരണം വർദ്ധിപ്പിക്കുന്നു. ഇരുമ്പിൻ്റെ അളവ് കൂടുതലല്ലെങ്കിലും ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. 9. ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ട് പ്രത്യേകിച്ച് ഉണക്കിയ ആപ്രിക്കോട്ട് ഇരുമ്പ്, വിറ്റാമിൻ സി എന്നിവയാൽ സമ്പുഷ്ടമാണ്. ഈ പോഷകങ്ങൾ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും ആഗിരണം ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഈ പഴങ്ങൾ ആസ്വദിക്കാനുള്ള രസകരമായ വഴികൾ: 1. മാതളനാരങ്ങ വിത്തുകൾ ഭക്ഷണമായി കഴിച്ചോ സാലഡുകളിൽ ചേർത്തോ അല്ലെങ്കിൽ സ്മൂത്തികളിൽ ചേർത്തോ കഴിക്കാം. ആപ്പിൾ മുഴുവനായി കഴിച്ച് അല്ലെങ്കിൽ സാലഡുകളാക്കി മുറിച്ച് അല്ലെങ്കിൽ ഓട്സ് മിക്സ് ചെയ്ത് കഴിക്കാം. പ്ലം സ്നാക്കായി കഴിക്കാം. ബേക്ക് ചെയ്ത സാധനങ്ങളിൽ ചേർത്തോ അല്ലെങ്കിൽ തൈരിൽ കലർത്തിയോ കഴിക്കാം. തണ്ണിമത്തൻ ചൂടുള്ള ദിവസങ്ങളിൽ തണ്ണിമത്തൻ കഷ്ണങ്ങളായോ അല്ലെങ്കിൽ ജ്യൂസാക്കിയോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡുകളിൽ ചേർത്തോ കഴിക്കാം. ഈന്തപ്പഴം പെട്ടെന്നുള്ള ലഘുഭക്ഷണമായി കഴിക്കാം. ഓട്സിൽ പൊടിയായി മുറിച്ച് ചേർക്കാം അല്ലെങ്കിൽ സ്മൂത്തികളിൽ മിക്സ് ചെയ്യാം. മുന്തിരി ലഘുഭക്ഷണമായോ അല്ലെങ്കിൽ തണുത്ത ട്രീറ്റിൽ ഫ്രീസ് ചെയ്തോ അല്ലെങ്കിൽ സാലഡിൽ ചേർത്തോ കഴിക്കാം. സരസഫലങ്ങൾ ഫ്രഷായോ തൈരിൽ ചേർത്തോ അല്ലെങ്കിൽ സ്മൂത്തികൾ യോജിപ്പിച്ചോ കഴിക്കാം. ഓറഞ്ച് ലഘുഭക്ഷണമായി ഓറഞ്ച് ആസ്വദിക്കാം അല്ലെങ്കിൽ ജ്യൂസായോ സാലഡുകളിൽ ഓറഞ്ച് ഭാഗങ്ങൾ ചേർത്തോ കഴിക്കാം. ഉണക്കിയ ആപ്രിക്കോട്ട് ലഘുഭക്ഷണമായോ ധാന്യങ്ങളായി മുറിച്ചോ അല്ലെങ്കിൽ ചുട്ടുപഴുപ്പിച്ച സാധനങ്ങളിൽ ചേർത്തോ കഴിക്കാം. ഈ പഴങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും രുചികരവും പോഷകപ്രദവുമായ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം സ്വാഭാവികമായും നിങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. If you love to watch this video, you can like, share and subscribe.